അതൊക്കെ ഞാൻ സമ്മതിച്ചോളാന്നേ. അച്ഛനെ കൊണ്ട് ഒക്കെ ഞാൻ എന്താ പിന്നെ ഒത്തിരി കൂടി വിശ്വസിക്കും. അച്ഛനിക്കുന്നു അച്ഛൻ 19, 20, 21, 22, 23. അമ്മായി 23 അവിടെ നിർത്തിയ. അപ്പൊ എന്താ വക്കീൽ സാറേ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞ പാച്ചുമാവൻ എതിരൊന്നും പറയരുത്. ആ കാര്യം കേട്ടെ എന്നിട്ട് പറയാം. ഈ വരുന്ന ഇലക്ഷനിൽ പാച്ചുമാവൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം. വേണം, ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. പ്ലീസ്, വേറെ ഒന്നും വേണ്ടേ? പിന്നെ മന്ത്രിയുള്ളൂ. അതെ. ഇങ്ങനെ കൊള്ളാമോ ഗോപി? അതൊക്കെ ഞങ്ങൾ കൊള്ളിച്ചോളാം അമ്മായി. വല്യച്ഛൻ ഇത്തവണ ശിവരാമെന്ന് പേരായ ഒരു പെരിച്ചാഴി നടത്തുന്നുണ്ട്. പെരിച്ചാഴി? അതെ, എന്ന് വെച്ചാ അത്രയ്ക്ക് മൂത്ത് മുരടിച്ച ഒരു നേതാവിനെ. അതുകൊണ്ട് അയാൾക്കെതിരായിട്ട് പാച്ചുമാവന്റെ സ്ഥാനാർത്ഥി നിൽക്കണം. ജയിച്ച് മന്ത്രിയാവണം. ആര്? ഞാൻ. അതെ, മന്ത്രി. അതെ. അച്ഛനെ മന്ത്രി ആയിക്കൂടെ? പറഞ്ഞതുപോലെ നിങ്ങൾക്കൊന്ന് മന്ത്രി ആയിക്കൂടെ? പറഞ്ഞോരെ, എനിക്ക് എന്റെ തൊഴിൽ മതി. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാ. നിങ്ങളുടെ പണി നോക്ക്, മന്ത്രിയും തന്ത്രി. ആ മുത്തങ്ങാക്കുഴി ഗോപാലൻ നമ്മളെ അവമാനിച്ച് വെളിയിൽ പറഞ്ഞ് അയച്ചത് ഓർമ്മയില്ലേ? അതിന് പകരം ചോദിക്കാൻ നല്ല ഒരു സന്ദർഭമാണിത്. നമ്മുടെ പ്ലാൻ അമ്മായിക്ക് മനസ്സിലായി, സുശീലക്ക് മനസ്സിലായോ? എനിക്കിപ്പോ മനസ്സിലായി. വെരി ഗുഡ്. എന്ന് വെച്ചാൽ ഇലക്ഷൻ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് എന്നാണ് ചോദിച്ചത്. ഇലക്ഷൻ നിൽക്കാൻ എന്തോ യോഗ്യത വേണം? ഒന്നും വേണ്ടേ? എടി മീനാക്ഷി, ഞാൻ അതിന് മാത്രം പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോ? അയ്യോ, ഈ ഇലക്ഷൻ നിൽക്കണമെങ്കിലേ പള്ളിക്കൂടത്ത് പോണെന്ന് ആര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു പാച്ചുമാനെ? അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് നമ്മുടെ ഈ രാഷ്ട്രീയം എന്ന് കേട്ടാലേ നാണ. എന്നാലേ നിങ്ങൾ നാണിച്ചോണ്ട് അവിടെ നിന്നോ. ഗോപി, ഞാൻ നിൽക്കാണ് ഇലക്ഷന്. നിങ്ങൾ എന്താ ഇരുവെട്ടി പോലെ നിൽക്കുന്നത്? ഞാൻ നിൽക്കാം ഇലക്ഷന്. എന്താ പോലെ പറഞ്ഞ പോലെ അച്ഛൻ ഇലക്ഷൻ നിൽക്കാൻ പേടിയാണെങ്കിൽ അമ്മ നിർത്തലെന്താ ഗോപിയേട്ടാ? വെരി ഗുഡ് ഐഡിയ. നിൽക്കണം, അമ്മായി തന്നെ നിൽക്കണം. അമ്മായി തന്നെയോ? മീനാക്ഷി, നീ വേണ്ടാത്ത പുലിവാലൊന്നും പോയി പിടിക്കണ്ട. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ കൊപ്പറ ഗോപാലനോട് പകരം ചോദിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി കാര്യം എന്താ മോളെ? ബാക്കി കാര്യം നിനക്കതിന് മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും അറിയാവൂല്ലോ. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. ഞാൻ പഠിച്ചോളാം. അമ്മായി ഒപ്പിടാൻ അറിയോ? അറിയാം. അറിയോ? എന്നാത് മതി, മന്ത്രി ആകാൻ വരാതെ മതി. ജയിച്ചിട്ട് വേണ്ടേ മന്ത്രി? ജയിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അമ്മായി, ആദ്യമായിട്ട് ഗുരുവായൂർക്ക് ഒരു തുലാഭാരം, ഏറ്റുമാനൊരു വിളക്കും, ചോട്ടാനിക്കൊരു പുരിയും വേണം. ചോട്ടാനിക്കൊരു കുരുതി, ഭഗവതിനെ അങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ധ്യാനിക്കുക. ഒന്ന് ധ്യാനിക്കമേ. എന്റെ ഗുരുവായൂരപ്പാ. സ്വാമിയെ ഞാൻ പോയിട്ട് ആ എരപ്പാളി പാച്ചുവിന് അത്രയ്ക്ക് മുമ്പ് അവന്റെ ഭാര്യയെ പിടിച്ച് നിർത്തിയിരിക്കുകയാണോ ഇലക്ഷൻ? അത് എന്നോടുള്ള എതിർപ്പല്ല, ഗോപാലൻ മൂരാളോടുള്ള പകയാ. എന്നെ നിർത്തിയിരിക്കുന്ന മൂരാളിയല്ലേ? ഓ, അവന്റെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാത്തോണ്ടായിരിക്കാം. അതെ. എങ്കിൽ പെടക്കോഴി കൂകിയാൽ എത്രത്തോളം കൂവെന്ന് നമുക്കൊന്ന് കാണാം. അത് കാണാണ്ടിരിക്കുന്നു. ചില പെടക്കോഴി കൂകിയാൽ ലോകം നടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എടാ, ഏത് കോഴിയാണ് എന്റെ മുമ്പിൽ കൂകുന്നത്? ഏത് കോഴിയാണ്? അല്ല, പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കോഴിയും എന്റെ മുമ്പിൽ കൂവില്ല. അത് ശരിയാ. എങ്കിലൊന്ന് മത്സരിച്ച് കളയാം. എന്ത് ചെലവായാലും വേണ്ടില്ല, അവൾക്ക് കെട്ടിവെച്ച കാശ് ഞാൻ കൊടുക്കൂല. ഇരവിനെ ഉപദ്രവിക്കുന്നു സാർ. കാര്യം പറയൂ. സാർ കൊപ്ര കാണിച്ചു സാർ. Devi, you come here.
ഞാനിവരെ കൊപ്ര കാണിച്ചോ? ഞാൻ കാണിച്ചല്ലോ സാർ, അവർ കണ്ടതാണ്. അതെ, ഇപ്പൊ തന്നെ കൊപ്ര ഉണ്ടോ? ഉണ്ട് സാർ. സാർ, ഇതിന്റെ പേര് പറയരുന്നല്ലേ സാർ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ഇതിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല സാർ. സൈലൻസ്, സൈലൻസ്. ഇതെന്തിന് കാറ്റിൽ കൊണ്ടുവന്നു? സാർ, അമ്മയ്ക്ക് തീരെ സുഖമില്ല സാർ. അതുകൊണ്ട് കോളേജിലേക്ക് വരുമ്പോൾ ഇന്ന് ചോറ് തന്നേച്ചില്ല സാർ. ഞാൻ അതല്ല ചോദിച്ചത്, ഇതെന്തിനു കൊണ്ടുവന്നു? അതാണ് സാർ പറയുന്നത്. ഞങ്ങൾ സാധുക്കളാണ്. അച്ഛൻ ഇതാണ് കച്ചവടം. വിശക്കുമ്പോൾ തിന്നോ മോനെ എന്ന് പറഞ്ഞ് ഇത് കൈ തന്നു. ഉച്ചയ്ക്ക് ടിഫിൻ. മിസ്റ്റർ രവി, what the hell you do think of yourself? താൻ ഇവിടുത്തെ വലിയ വില്ലനാണെന്നാണ് എന്റെ വിചാരം. No, no. I think I'm a hero. Get lost. Are you trying to play with me? What play? Football, hockey, table tennis, volleyball, cricket, which play? Shut your nasty mouth, idiot. That's your father's name. You scoundrel. Anu. ചായ കൊടുക്കും. രവി, അവൻ വരുന്നുണ്ട്. I said get down. Get lost. എന്താടാ ഗുണ്ടായിസമാണോ? വേണ്ടി വന്ന അതും ചെയ്യും. മാപ്പ് ചോദിക്കടി. Impossible. I say apologize. Never. മാപ്പ് ചോദിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? അയ്യോ, Apology. എന്ത് പറ്റി? എന്താ എന്താണ് കാര്യം പറ. അച്ഛന്റെ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? നീ പറയാതെ കാര്യം എന്താണെന്ന് തെളിയിച്ച് പറ. എന്നെ അവൻ ചീത്തപ്പേരൊക്കെ വിളിച്ച് പറഞ്ഞു വെച്ചോ. ഏതവൻ? അവൻ തന്നെ രവി. എന്ത് വിളിച്ചു? അവൻ എന്താ വിളിച്ചത്? പറയുവാനോ? എന്നെ ഇത് പുതിയൊരു കൊപ്രയാണല്ലോ. ഓ, കോഴിക്കോട് കൊപ്രയായിരിക്കും. എവിടെയെങ്കിലും കിടക്കുന്ന ഒരുത്തൻ കൊപ്രാന്ന് വിളിച്ചെന്ന് വെച്ച് എന്റെ മുഖത്ത് നോക്കി നിനക്ക് കൊപ്രാന്ന് വിളിക്കാവൂടാ? അത് മാത്രമല്ല, അവൻ ക്ലാസ് മുറിയിൽ കൊപ്ര കൊണ്ടുവന്ന് എന്നെ അവമാനിക്കുകയും ചെയ്തു. അതിരിക്കട്ടെ, രവി ക്ലാസ് മുറിയിൽ കൊപ്ര കൊണ്ടുവന്നെന്ന് വെച്ച് അനുവിനെന്താ അതിൽ ഇത്ര വലിയ അപമാനം? നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ടത്. കാരണം കൊപ്ര കൊണ്ടല്ലേ വല്യച്ഛന് വലിയ മനുഷ്യനായത്. എടാ, ഒരുത്തൻ കൊപ്ര കൊണ്ട് നന്നായെന്ന് വെച്ച് അവൻ നടക്കുന്നിടത്തെല്ലാം കൊപ്രം കെട്ടിക്കൊണ്ട് നടക്കണം. അല്ല, അതിനെ പറ്റില്ല. കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് അവൻ എന്നെ മാനഭംഗപ്പെടുത്താനും ശ്രമിച്ചു. അത്രയ്ക്ക് ധിക്കാരമാണ്. അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം അച്ഛാ. അവന്റെ പാഠം പഠിക്കൽ ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കും. എടാ കുഞ്ഞിനെ